ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് ലോയ്സ് ഫ്രം ഡബ്ലിൻ ബല്ലു വേൾഡ്. എല്ലാവർക്കും വലിയൊരു സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര വലിയ ആക്റ്റീവായിട്ടൊന്നും പറ്റിയില്ല. കാരണം ജോലി തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. സോ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ത് വീഡിയോ ചെയ്യും വിചാരിച്ച് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ആലോചിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തിരുന്ന ഒരു വീഡിയോ അല്ല, കുക്കിംഗ് ചെയ്തിരുന്നു. അപ്പൊ കുക്കിംഗ് ചെയ്ത സമയത്ത് എനിക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അടിപൊളിയായിട്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റി. അപ്പൊ അന്ന് പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒന്ന് വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നത്, മസ്റ്റ് ആയിട്ട് പോയിട്ട് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നല്ല സപ്പോർട്ടൊക്കെ തരണം. നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ അറിയിക്കണം, ലൈക്ക് തരണം. എന്നിട്ടുള്ള എല്ലാ രീതിയിലും ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യണം കേട്ടോ. വലിയൊരു സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു ചെറിയ കുക്കിംഗ് വ്ളോഗാണ്. സോ ചിക്കൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മുടെ നാട്ടിൽ അത്ര എയർ ഫ്രൈഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല. എയർ ഫ്രയർ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിൽ എയർ ഫ്രൈഡ് ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇന്ന് ഇവിടെ ആക്ച്വലി എയർ ഫ്രയർ ഉണ്ട്. സോ എയർ ഫ്രൈഡ് വെച്ചിട്ട് ഒരു ഡിഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ വെൽക്കം ടു അവർ ബ്യൂട്ടിഫുൾ ചാനൽ ആൻഡ് വെൽക്കം ടു അവർ കുക്കിംഗ് വീഡിയോ ടുഡേ. അപ്പൊ നമ്മുടെ ചാനലിൽ ഇത് ചെയ്യാൻ പോണ കുക്കിംഗ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എയർ ഫ്രൈഡ് ഉപയോഗിച്ചിട്ട് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കണം. ചിക്കൻ്റെ കൂടെ ആക്ച്വലി ഞാൻ ജസ്റ്റ് ചിപ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന്. സോ സമയം കുറവുള്ളത് കൊണ്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കുക്കിങ്ങിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞൊരു കുക്കിംഗ് ആണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റൈലിലാണ് ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ പോണത്. പക്ഷെ നാട്ടിലായിട്ട് ഇച്ചിരി തൈര് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബാലൻസ് ഒക്കെ നമ്മുടെ മസാലകളൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ ഇവിടുത്തെ രീതിയിൽ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇരിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയ സമയത്ത് നമ്മള് ചിക്കന്റെ ഹോൾ ചിക്കൻ ലെഗ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബുച്ചേഴ്സ് സെലക്ഷൻ ഐറിഷ് ഹോൾ ചിക്കൻ ലെഗ്സ് ആണ്. അപ്പൊ ആ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാൻ പോണം. ചിക്കൻ്റെ ലെഗ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണെന്ന് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഇതാണ്. ഇപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യണം ചിക്കൻ ആക്ച്വലി. സോ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മാരിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ആദ്യം ഇതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പാസ്തയുടെ ഒരു ഇതായിരുന്നു കേട്ടോ, ഒരു റെസിപ്പി ആയിരുന്നു. അടിപൊളി റെസിപ്പി ആയിരുന്നു. ഇത് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. പെട്ടെന്ന് ഓടിപ്പിടിച്ച് ചെയ്തതായതുകൊണ്ട് എനിക്കത് കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാലൻസ് ഇപ്പം മൈക്രോവേവ് ഓവൻ തുറന്ന സമയത്ത് അതിനകത്തിരിക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഹോൾ ചിക്കൻ ലെഗ്സ് നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം, ഹോൾ ചിക്കൻ ലെഗ്സ്. ഇത് നമുക്ക് നമ്മുടെ ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൈക്രോവേവ് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡീഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് ഡീഫ്രോസ്റ്റ് ആയിക്കോളും. അപ്പോൾ അതിന് ശേഷം നമുക്ക് മാരിനേഷൻ ചെയ്യാം. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് മാരിനേഷനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേഷൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇന്ത്യൻ കടയിൽ നിന്ന് ഞാൻ മേടിച്ച സാധനമാണ്. ഇത് ഇവിടുത്തെ ആളുകൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അവരത് മണം കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടമല്ല എന്ന് പറയും അതിൻ്റെ മണം. അപ്പോൾ അതുപോലെ തന്നെ ഒരു മിക്സഡ് മസാല മേടിച്ചിട്ടുണ്ട് ഡെസ്കോയിൽ നിന്ന്. അതുകൂടാതെ തന്നെ നമ്മുടെ ഓയിൽ വേണം, പിന്നെ പെപ്രിക്ക വേണം, പിന്നെ കുറച്ച് പാഴ്സ്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മയണൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി എന്താ പറയുക, നമ്മുടെ ടൊമാറ്റോയുടെ ഒരു കുറച്ച് പേസ്റ്റ് ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് മാരിനേഷൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ ഒരു ഇച്ചിരി തൈരും കൂടെ വേണം. തൈര് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ സാധനം ഡീഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും മസാലകളാണ് കേട്ടോ വേണ്ടത്. ഞാൻ മസാലകളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. പെപ്രിക്കായും അതുപോലെ തന്നെ പാഴ്സ്ലി, ടൊമാറ്റോ പേസ്റ്റ്, മയണൈസ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇട്ടിട്ട് ഇത്രയും സാധനത്തിലാണ് നമ്മൾ ചിക്കൻ കുഴയ്ക്കാൻ പോകണം കേട്ടോ. ഏകദേശം നമ്മുടെ ഡീഫ്രോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീഫ്രോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ ചിക്കൻ്റെ 2 കാലം എടുക്കണുള്ളൂ. ചെറിയ 2 കാലം എടുക്കുള്ളൂ, 1 കാലം എടുക്കുന്നില്ല. 3 ഉണ്ട് ഇതിനകത്ത്, പക്ഷേ 2 എടുക്കുന്നുള്ളൂ. പിന്നെ അത് കുറച്ച് രോമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ആ രോമങ്ങളൊക്കെ എടുത്ത് വേണം. കൂടാതെ ഒരു ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം. കാരണം നമ്മുടെ മസാലയൊക്കെ പിടിക്കാൻ പാകത്തിന് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. രോമങ്ങളൊക്കെ എടുത്ത് ചെറുതായിട്ടുണ്ട്. ഇപ്പം രോമങ്ങളുള്ളതൊക്കെ ഇങ്ങ് എടുത്ത് കളഞ്ഞേക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല പൊളിക്കാലാണ്, നല്ല സെറ്റപ്പാണ്. എല്ലായിടത്തും ഒരു വരഞ്ഞ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ മസാലയൊക്കെ ഇടുന്ന സമയത്ത് മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് അടിപൊളിയായി പോകും. അപ്പം ഇതുപോലത്തെ 2 കാലാണ് ഞാൻ എടുക്കുന്നത്. ഒരെണ്ണം എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും ഒരെണ്ണം ഇവിടെ കഴിക്കാനും അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എല്ലായിടവും ഒന്ന് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പം 2 എടുക്കുന്നുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 എടുക്കണം. 3 ഉണ്ട്. 2 ആവശ്യമുള്ളൂ നമുക്ക്. ഒരെണ്ണം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വീണ്ടും തിരിച്ച് വെക്കാം. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് മസാലകളൊക്കെ ഒന്ന് പരട്ടുന്ന കാണിക്കാം.
കേട്ടോ. ഇന്ന് 2 സാധനങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം സ്വീറ്റ് ചില്ലി സോസും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഈ 2 കാര്യം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. സ്വീറ്റ് ചില്ലി സോസും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കണം അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാല നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് നമുക്ക് എല്ലായിടത്തേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. അതിന് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാല നന്നായിട്ട് ചിക്കനിൽ തേച്ചങ്ങ് പിടിപ്പിച്ചേക്കുക. ഉപ്പൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് എല്ലാ കൂട്ടും ഇട്ടിട്ടുണ്ട്. അതിനകത്ത് 2 പീസുണ്ട്. അപ്പോൾ അടുത്ത പീസിനും കൂടി നമുക്ക് തേച്ചങ്ങനെ അതിനെ പിടിപ്പിക്കാം. ഇതുണ്ട്, ഇങ്ങനെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. എളുപ്പമാണിത് ചെയ്യാൻ വേണ്ടിയിട്ട്. എയർ ഫ്രൈയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ടൈമോ ഒരു എന്താ പറയുക ടൈം കൺസ്യൂമിങ് ഒന്നുമല്ല. ജസ്റ്റ് ഉണ്ടാക്കുക, കയറ്റി വയ്ക്കുക, അത്ര തന്നെ. ഓക്കെ. സോ ഇപ്പം ഇത് നന്നായിട്ടൊന്ന് കണ്ടോ, അടിപൊളിയായില്ലേ? നല്ല ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എയർ ഫ്രൈയിലേക്ക് വെക്കാം കേട്ടോ. അത് കാണിച്ചു തരാം പിന്നെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എയർ ഫ്രയറാണ് കേട്ടോ ഇത്. അപ്പം മോർഫി റിച്ചർഡ്സിൻ്റെയാണ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചിക്കൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ എത്ര ഡിഗ്രി ടെമ്പറേച്ചറാണ്, ഇവിടെ നമ്മൾ ടൈമാണ് വെക്കാൻ പോണത്. അപ്പോൾ ഞാൻ 200-ലാണ് വെക്കാൻ പോകുന്നത്. 200-ൽ ഒരു അരമണിക്കൂർ. കണ്ടോ, 200-ൽ അരമണിക്കൂറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ട്രേ ആക്ച്വലി ഇവിടെയാണുള്ളത്. കണ്ടോ ട്രേ. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പേപ്പർ വെക്കാനുണ്ട്. പേപ്പർ വെച്ചിട്ട് വേണം ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് വെക്കട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ പേപ്പർ വെക്കണം. നമ്മൾ ബേക്കിംഗ് പേപ്പറില്ലേ, ആ പേപ്പർ ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് വേണം നമുക്കതിനകത്ത് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വെക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കനും കാര്യങ്ങളും മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞു. 2 ചിക്കൻ്റെ കാലുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ടൈമർ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മെഷീൻ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോകണം. നമ്മുടെ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കയറ്റി അങ്ങോട്ട് വെക്കാം. കണ്ടോ, എല്ലാം അടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം അത് നമുക്ക് ഓൺ ദ പ്രോസസ്സിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പം നമ്മുടെ പൊളി സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള പ്രൊഡക്റ്റ്. ഫൈനലായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. സെറ്റപ്പ് ആയിട്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.